കരയുന്നൊക്കെ കൊള്ളാം. ഗസ്റ്റ് വരുമ്പോ കണ്ണീരും വഴക്കൊന്നും പാടില്ല. ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചിട്ട് വേഗം ഫോണിതാ. ഫോൺ ഞാൻ തിരിച്ചു തരണോ? വേണം, വിളിക്ക്. ആരെ വിളിക്കേണ്ടത്? ഹലോ നിമിഷേ, നീ എവിടെയാ? ബാംഗ്ലൂരിലാ. നിന്നെ എത്ര തവണ വിളിച്ചു, കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി? ഉറങ്ങിപ്പോയതാ. നിന്റെ കുറെ മിസ്ഡ് കോൾ കണ്ടല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. നീ എന്തു പറഞ്ഞു? ഇന്നലെ രാത്രിയാ. നീ ഇന്നലെ ഉറക്കമാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയും വിളിച്ചു. നീ കുളിക്കാണെന്നാ ഞാൻ പറഞ്ഞത്. ഓ താങ്ക് യു ഡി. നിന്റെ ഒച്ച എന്താ അടഞ്ഞിരിക്കുന്നേ? ഒരു എനർജി ഇല്ലല്ലോ ഡി. ഏയ് ഒന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഞാൻ അഞ്ജു ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. മനീഷയ്ക്ക് ഫോണില്ലല്ലോ. എല്ലാവരും ഉണ്ടടി, സുഖമായിട്ടിരിക്കുന്നു. നീ അച്ഛനെ വിളിക്കുക കേട്ടോ. പാവത്തിനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട. ശരി. എനിക്ക് അച്ഛനെന്ന് വിളിക്കണം. എന്നാ വേഗം വിളിക്ക്. ഹലോ. ആ അച്ഛാ, ഇന്നലെ രാത്രി അച്ഛൻ വിളിച്ചിരുന്നു അല്ലേ? എനിക്കിന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു. നേരത്തെ കിടന്നുറങ്ങിപ്പോയി. അതാ ഫോൺ എടുക്കാഞ്ഞ്. പിന്നെ രാവിലെ അച്ഛൻ വിളിച്ചപ്പോ ഞാൻ ബാത്റൂമിലായിരുന്നു. ഞങ്ങളുടെ ടീച്ചർ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ ടീച്ചറിന് കൊടുക്കാച്ച. ടീച്ചറാ എനിക്ക് തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് തന്നെ. അച്ഛൻ സംസാരിക്കും. ഹലോ. ആ, ഞാൻ നീതയുടെ കോളേജിലെ ലെക്ചറാ. നീതയ്ക്ക് ഇന്നലെ ഭയങ്കര ക്ഷീണവും തലവേദനയായിരുന്നു. ഇപ്പം എല്ലാം മാറി. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാ. എന്നാ വയ്ക്കട്ടെ? ശരി. ദാ, ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ, എങ്കിൽ ഫോൺ തന്നേക്ക്. ഇത് ഞാൻ കയ്യിൽ വെച്ചോളാം. പറ്റില്ല, ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി. അത്യാവശ്യമില്ല, അതുകൊണ്ടാ ഇത്ര വലിയ ആലോചന. ഗസ്റ്റ് വരുമ്പോ ദുർമുഖം കാണിക്കരുത്, പറഞ്ഞേക്കാം.
കരയാതെ. ഇവിടുള്ള ആരെങ്കിലും ഓടി വരും. കരയാതെ. എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ച മതി. എടി, നിന്നെ പോലത്തെ സങ്കടം എനിക്കുണ്ട്. ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ? ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എല്ലാം നശിച്ചില്ലേ? എനിക്ക് മതിയായി. ഞാനിങ്ങനെ ആയിപ്പോയല്ലോ. നമ്മളെ കെണി കുടുങ്ങിപ്പോയതല്ലേ? രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ലായിരുന്നു. അഞ്ചു ചേച്ചി എവിടെ? അയ്യോ, ഞാൻ കണ്ടില്ല. ഈ നശിച്ച സ്ഥലത്ത് വന്ന ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടില്ല. നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? റൂം പൂട്ടിയിട്ടില്ലല്ലോ. അവർക്കറിയാം നമ്മൾ ചാടിപ്പോവില്ലെന്ന്. ഞാൻ റൂമിൽ നിന്ന് വെളിയിറങ്ങി നോക്കി. സ്റ്റെയർ കേസ് കണ്ടപ്പോ നേരെ ഇങ്ങോട്ട് കയറി പോന്നു. നമ്മൾ എന്താ ഇനി ചെയ്യണ്ടേ? നാളെയും മറ്റന്നാള് പകലും ഇവിടെ തന്നെ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അവര് നമ്മളെ ദ്രോഹിക്കും. ജിഷനെയും തീരജേട്ടനും ഒക്കെ ലോക്കപ്പിലിട്ടിരിക്കല്ലേ. അവര് കേസില്ലാതെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇതൊക്കെ സഹിക്കണം. നമ്മളിങ്ങനെ ഒരു പിക്നിക്കിന് വരണ്ടായിരുന്നു. കോളേജ് ടൂറിന്റെ കൂടെ പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ?